إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവൻ്റെ ഈ ദീനിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് തീരുമാനിക്കാനുള്ള ഏക അവകാശം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അവൻ നിയോഗിച്ചതായ റസൂലുമാർക്ക് പോലും അവൻ്റെ ദീനിൽ എന്തെങ്കിലും ഒരു കാര്യം പുതുതായി കൂട്ടുക, എന്തെങ്കിലും ഒരു കാര്യം പുതുതായി നിർമ്മിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിട്ടുള്ള കാര്യമല്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പോലും സൂറത്ത് നജ്മിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തി, വമാ യൻതിഖു അനിൽ ഹവ. ആ നബി ഒരിക്കലും ഹവ സംസാരിക്കുന്നയാളല്ല, തന്നിഷ്ടങ്ങളെ സംസാരിക്കുന്നയാളല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടോ അതെല്ലാം വഹിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്നത്തെ ഒരു മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ നമ്മൾ പൊതുവെ ഒന്ന് നമ്മൾ എടുത്തു നോക്കുകയാണ് എങ്കിൽ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ചിന്താരീതികൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇസ്ലാമിലേക്ക് ഏതൊരാൾക്കും ഏത് കാര്യവും ഏത് സമയത്തും കടത്തിക്കൂട്ടാനും അതിൽ നിന്ന് വെട്ടിച്ചുരുക്കാനും ഒക്കെ സാധിക്കും എന്ന രൂപത്തിലാണ് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായിട്ടുള്ള നടപ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മതം, നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഈ മതം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ആരുടെയെങ്കിലും തലയിലുദിച്ച പ്രത്യയശാസ്ത്രങ്ങളല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി നിയമമാക്കി തന്ന ദീനുൽ ഇസ്ലാമാണ്. അതുകൊണ്ട് ഇതിൽ എന്തെല്ലാം നിയമങ്ങൾ വേണം, എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. സൂറത്തുൽ ഹാഖയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണുവാൻ സാധിക്കും, വലൗ തഖവ്വല അലൈനാ ബഅ്ദൽ അഖാവീൽ. ആ നബിയെങ്ങാനും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മേൽ കെട്ടിച്ചമച്ച് പറയുകയാണ് എങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. അദ്ദേഹത്തെ വലത് കൈകൊണ്ട് ഞാൻ പിടികൂടുകയും അദ്ദേഹത്തിന്റെ ജീവനാടി ഞാൻ മുറിച്ചു കളയുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ദീനിൽ ഒരു പുതിയ കാര്യം കടത്തിക്കൂട്ടാൻ അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു അസ്ലാണിത്. ദീനുൽ ഇസ്ലാമിൽ എന്തെല്ലാം കാര്യം ചെയ്യണോ, എന്തെല്ലാം കാര്യം ചെയ്യണ്ടേ തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അള്ളാഹു ആണ് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നത്.
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ താബിഈങ്ങൾ തബഉ താബിഈങ്ങൾക്ക് ദീന് കൈമാറി. അവർ ദീനിൽ യാതൊന്നും കൂട്ടിയിട്ടില്ല, അവർ ദീനിൽ യാതൊന്നും കുറച്ചിട്ടുമില്ല. ഒരു കാര്യവും ദീനിൽ കൂട്ടാനും അവർ നിന്നിട്ടില്ല, ദീനിൽ നിന്നൊരു കാര്യം കുറക്കാനും നിന്നിട്ടില്ല. അപ്പുറത്തുള്ള തലമുറകളിലേക്ക് ആ ദീനിനെ കൈമാറുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെയും ഉത്തരവാദിത്വം. ഈ ദീനിൽ യാതൊന്നും കൂട്ടാതെയും ഈ ദീനിൽ നിന്ന് യാതൊന്നും കുറക്കാതെയും അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ പേരമക്കൾക്ക് വേണ്ടി ഈ ദീനിനെ നമ്മൾ കൈമാറുക എന്നുള്ളത് നമ്മുടെ മേൽ ഉത്തരവാദിത്വമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻഗാമികൾ ആ വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മതയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച ഒരു രീതിശാസ്ത്രമുണ്ട്. ഏത് കാര്യമാണോ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നത് ആ സംഗതിയെ സംബന്ധിച്ച് ആവർത്തിച്ച് പല ഇടങ്ങളിലായിക്കൊണ്ട് പറയുക എന്നുള്ളത് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിലുടനീളം തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന നിരവധി ആയാത്തുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സംസാരിച്ചത്? കാരണം തൗഹീദാണ് ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും മുഹിമ്മായിട്ടുള്ള, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്നുള്ളത് കൊണ്ടാണ്. സമാനമായ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെല്ലാം സംസാരിക്കാൻ വേണ്ടി കയറി നിന്നിട്ടുണ്ടോ ആ സംസാരങ്ങളിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുന്ന ഒരു വാചകം നമുക്ക് കാണുവാൻ സാധിക്കും. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ പുതുതായി വരുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. വശറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം അത് പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, അങ്ങനെ നവീനമായി ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും അത് വഴികേടാണ് എന്ന് ഉണർത്താതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംസാരവും ആരംഭിച്ചിട്ടില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നബീന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു രീതി? ഏതൊരു പ്രസംഗം നടത്തുകയാണ് എങ്കിലും, ഏതൊരു സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുമ്പോൾ ഈ വാചകങ്ങൾ പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ തുടങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ്? എന്താ അതിന് കാരണം? കാരണം ചെയ്യുന്നയാൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഞാൻ ഈ ചെയ്യുന്നത് ഒരു തിന്മയാണ് എന്ന്. ഒരാൾ ബിദ്അത്ത് ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിലാവുകയില്ല ഞാൻ അല്ലാഹുവിനെ ധിക്കരിക്കുകയാണ്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവില്ല. നേരെ മറിച്ചിട്ട് അവന്റെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഞാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മദ്യപാനി അല്ലെങ്കിൽ ഒരു വ്യഭിചാരി, ഒരു കളവ് നടത്തുന്നവൻ, കള്ളങ്ങൾ പറയുന്നവൻ, ആളുകളെ ഉപദ്രവിക്കുന്നവൻ, അവൻക്കറിയാം ഞാൻ ഈ ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്ന്. ഒരു വേള ഒരു ആയത്തോ ഒരു ഹദീസോ ഒരു വഅളോ ഒരു ഖുതുബയോ ഒരു നസീഹത്തോ അവന്റെ ജീവിതം മാറ്റിമറിച്ചേക്കാം. പക്ഷേ ഒരിക്കലും ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, നന്മയാണ് എന്ന് കരുതിക്കൊണ്ട്, ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതാണെന്ന് കരുതിക്കൊണ്ട്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ബിദ്അത്താണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാവുകയില്ല എന്ന് മാത്രമല്ല അവനതൊരു തിന്മയാണ് എന്ന് ബോധ്യപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, മഅസിയത്താണ്, തിന്മകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇബ്ലീസിന് ബിദ്അത്ത് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം. ബിദ്അത്ത് ചെയ്യുക എന്നുള്ളതാണ് മഅസിയത്ത് ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടമെന്ന് മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണുവാൻ സാധിക്കും. എന്തേ അതിന്റെ കാരണം? കാരണം ബിദ്അത്ത് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യില്ല, അയാൾ തൗബ ചെയ്യൂല. അദ്ദേഹം തന്നെ കാരണം പറയണില്ലേ, അന്നൽ മഅസിയത യുതാബു മിൻഹ, കാരണം മഅസിയത്ത് ചെയ്ത ഒരാള്, കളവ് നടത്തിയ ആള്, വ്യഭിചരിച്ച ആള്, കള്ളുകുടിച്ച ആള്, അയാൾക്ക് ഒരു വേള മനസ്താപം ഉണ്ടാകും, അയാൾ തൗബ ചെയ്യും. പക്ഷേ ഫൽ ബിദ്അതു ലാ യുതാബു മിൻഹ, ഒരാൾ ബിദ്അത്താണോ ചെയ്യുന്നത് അയാൾക്ക് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലും കാണാം, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അ, എല്ലാ ബിദ്അത്തിന്റെ വക്താക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബക്കൊരു മറയിട്ടിട്ടുണ്ട്. അയാളുടെ തൗബ സ്വീകരിക്കില്ല എന്നല്ല, പക്ഷേ അയാൾക്ക് തൗബ ചെയ്യാനുള്ള മനസ്സ് ആ മനുഷ്യനുണ്ടാവില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലുടനീളം നിസ്കരിക്കുന്നതും നോമ്പനുഷ്ഠിക്കുന്നതും സ്വതക്കകൾ നൽകുന്നതും എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലണം.
അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് കരസ്ഥമാക്കണം എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഖാന്തരമായിക്കൊണ്ട് നരകത്തിലേക്കാണ് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കുന്നത് എങ്കിൽ അത് എത്ര ഭയാനകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് പുതുതായി ദീനിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമ്പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കുക. പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ദീനിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ദുനിയാവിന്റെ ഒരു കാര്യം എടുക്കുക, നമ്മളൊരു ഷർട്ട് വാങ്ങാൻ, നമ്മളൊരു പാൻറ് വാങ്ങാൻ, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ദുനിയാവിന്റെ ഒരു കാര്യം പർച്ചേസ് ചെയ്യണം, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ വാങ്ങും, അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ സാധനം നമ്മൾ കരസ്ഥാക്കുള്ളൂ. കുറഞ്ഞ കാലം ഉപയോഗിക്കാനുള്ള ഒരു പെന്ന് വാങ്ങുകയാണെങ്കിൽ പോലും നമ്മളത് ചെയ്യും, അത് പരിശോധിക്കും. പക്ഷേ ദീനിന്റെ കാര്യം നമ്മൾ പലപ്പോഴും സ്വീകരിക്കുന്നത് കണ്ടതും കേട്ടതും വായിച്ചതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ദീനായി നമ്മൾ മനസ്സിലാക്കി നമ്മളത് ആചരിക്കണം. അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. നേരെ മറിച്ചിട്ട് ഇതെന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണോ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ, സഹാബാക്കൾ അമൽ ചെയ്തതാണോ എന്ന് നോക്കിക്കൊണ്ട് മാത്രമായിരിക്കണം നമ്മളൊരു കാര്യത്തെ സമീപിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ ആളുകളൊക്കെ പറയും, ഞങ്ങളിപ്പോൾ ഇതിൽ ഏതാണ് ഞങ്ങൾ സ്വീകരിക്കുക? എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളെ ഭാഗത്താണ് ശരി, ഞങ്ങളെ ഭാഗത്താണ് ശരി, അപ്പോൾ ഇതിൽ ഞങ്ങൾ ഏതാണ് സ്വീകരിക്കുക എന്ന്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്. അർവാദ് ബിൻ സാരിയ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ, ഒരിക്കൽ നബി ഞങ്ങളോടൊരു സാരോപദേശം നടത്തുകയുണ്ടായി. വജിലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ, കണ്ണുകളെ ഈറനണിയിക്കുന്ന, ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്നതായ ഒരു സാരോപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയുണ്ടായി. ഫഖുൽനാ യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇദതു മുവദ്ദിഇൻ ഫഔസിനാ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങൊരു വിട പറയുന്നവനെ പോലെയാണല്ലോ പ്രസംഗിക്കുന്നത്, സാരോപദേശം നൽകുന്നത്. ഫഔസിനാ, എന്തെങ്കിലും ഒരു വസിയത്ത് ഞങ്ങൾക്ക് നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വസിയത്ത് നൽകിയ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ആരാണോ എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുന്നത് അവൻ ഒരുപാട് ഖിലാഫുകൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അവൻ കാണും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അന്നേ ദിവസം നിങ്ങൾ എൻ്റെ സുന്നത്തിനെ, എൻ്റെ സച്ചരിതരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അദ്ദു അലൈഹാ ബിൻ നവാജിദി, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണമെന്ന് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഏത് കാര്യം നമ്മൾ ചെയ്യാണോ എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടുണ്ടോ, അവിടുത്തെ സഹാബാക്കൾക്ക് ഇത് പരിചയമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടല്ലാതെ നമ്മൾ ഒരു കാര്യവും നമ്മൾ സ്വീകരിക്കരുത്. ഇപ്പൊ നമ്മൾ ഉദാഹരണം നോക്കുക, നമ്മൾ നിസ്കരിക്കുന്ന നമസ്കാരം നോക്കുക, ഹിജ്റക്ക് മുമ്പേ മശ്റൂ ആയതാണ്, നിയമമാക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ നൽകുന്ന സക്കാത്ത് ഹിജ്റയുടെ 2-ാം വർഷമാണ്. നമ്മൾ നോക്കുന്ന നോമ്പ് ഹിജ്റയുടെ 2-ാം വർഷമാണ്. നമ്മൾ ചെയ്യുന്ന ഹജ്ജ് ഹിജ്റയുടെ 9-ാമത്തെ വർഷത്തിലാണ്. പെരുന്നാളിന്റെ ദിവസങ്ങൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം തുടക്കക്കാരനായിട്ടുള്ള ആള് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, സഹാബാക്കൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു കൊടുക്കും, സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അത് ജീവിതത്തിൽ പകർത്തും. പ്രിയപ്പെട്ടവരെ, എന്തേ നബിദിനം, എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്ന് പറയുന്ന ദിവസത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 9-നാണെന്നും 12-നാണെന്നും 17-നാണെന്നും ചില അഭിപ്രായങ്ങൾ പ്രകാരം റമദാനിലാണെന്ന് പോലും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ എങ്ങനെ അവിടെ വന്നു? പ്രിയപ്പെട്ടവരെ, പെരുന്നാളിന്റെ ദിവസം ഈദുൽ ഫിത്ർ എന്നാണ് എന്ന്, ഈദുൽ അദ്ഹയുടെ ഡേറ്റ് എന്നാണ് എന്ന്, അതല്ലെങ്കിൽ താസുആ, ആശൂറാ, ഹജ്ജിന്റെ ദിനരാത്രങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഡേറ്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിലൊന്നും ഖിലാഫ് കാണൂല. പെരുന്നാളിന് ശവ്വാൽ 1-നാണോ 2-നാണോ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഒരാൾക്കും സംശയമില്ല. ദുൽഹിജ്ജ 10-നാണ് ബലിപെരുന്നാൾ ഉള്ളത്, അത് ആർക്കെങ്കിലും സംശയമുണ്ടോ? മുഹറം 9-നാണ് താസുആ ഉള്ളത്, 10-നാണ് ആശൂറാ ഉള്ളത്, ആർക്കെങ്കിലും സംശയമുണ്ടോ? ഹജ്ജിന്റെ ദിനരാത്രങ്ങൾ തുടങ്ങുന്നത് ദുൽഹിജ്ജ 8-നാണ്, ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമില്ല. എന്തുകൊണ്ട് സംശയമില്ല? എന്തുകൊണ്ട് ഖിലാഫില്ല? എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നബിതങ്ങൾ എന്ന് ജനിച്ചു എന്നുള്ള കാര്യത്തിൽ
പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അന്നൊരു പ്രത്യേക കർമ്മം പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അന്നൊരു പ്രത്യേക ആഘോഷം പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും ആ ഡേറ്റിന്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നരായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണ് എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു നിലപാട്, അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നാണോ നമ്മൾ നോക്കുക. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, അതേപോലെ തന്നെ അവർ പറയും ആയത്തോതും, അതുപോലെ തന്നെ ഹദീസും പറയും. നമ്മൾ ആയത്തും ഹദീസും മാത്രം കേട്ടുകൊണ്ട് എന്ത് ചെയ്യരുത്, തിരിച്ചു പോരരുത്. ഈ ആയത്തും ഈ ഹദീസും ആദ്യമായി ഇറക്കപ്പെട്ടത് നമുക്കല്ല, അത് സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനാണ്. സഹാബാക്കളുടെ പല ആളുകളും പറയുന്നത് കാണാം, ഞങ്ങൾ ആദ്യത്തെ 5 ആയത്ത് പഠിക്കും, അല്ലെങ്കിൽ ആദ്യത്തെ 10 ആയത്ത് പഠിക്കും, എന്നിട്ടത് ഞങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും, എന്നിട്ടാണ് അടുത്ത ആയത്തുകളിലേക്ക് ഞങ്ങൾ കടക്കാറുള്ളത്. അതുകൊണ്ട് ആയത്തും ഹദീസും അവർ പാരായണം ചെയ്യുകയാണെങ്കിൽ ഈ ആയത്തും ഈ ഹദീസും വെച്ചുകൊണ്ട് ഏത് സ്വഹാബിയാണ് ഇങ്ങനെ അമൽ ചെയ്തത്? ആയത്തും ഹദീസും മാത്രമല്ല നമ്മുടെ മനഹജ്, നേരെ മറിച്ചിട്ട് ഈ ആയത്തും ഈ ഹദീസും വെച്ചുകൊണ്ട് ആരാണ് സച്ചരിതരായ ഉമ്മത്തിൽ ആരാണ് ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചോദിക്കണം. ഒരു സംഗതിക്ക് ആയത്തോതും, ഖുൽ ബി ഫദ്ലില്ലാഹി വ റഹ്മതിഹി എന്നുള്ള ആയത്തോതും നബിദിനത്തിന്, പക്ഷേ ഈ ആയത്ത് വെച്ചുകൊണ്ട് സഹാബാക്കൾ ആരും അമൽ ചെയ്തിട്ടില്ല. അവരാരും അമൽ ചെയ്യാതെ നമ്മിലേക്ക് വന്നുകൊണ്ട് നമ്മൾക്കത് അമൽ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നടക്കുന്ന കാര്യമാണ്. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും ആദ്യം അമൽ ചെയ്യും, പിന്നെ അവിടുത്തെ സച്ചരിതരായ സലഫുകൾ അവർ അമൽ ചെയ്യും. ഇവരാരും ചെയ്യാത്ത ഒരു അമൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയത്തും ഹദീസും നമ്മൾ ചോദിക്കുക, പോരാത്തതിന് ഈ ആയത്തും ഈ ഹദീസും വെച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഇത് അമൽ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ ചോദിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി തിരിയുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് വിജയിച്ച കക്ഷി ആരാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും എന്തൊന്നിലാണോ ഇന്നുള്ളത് അതിലുള്ളവരാണ് അവർ. അന്നെന്ത് ദീനാണോ, അന്നെന്ത് കർമ്മമാണോ, അന്നെന്താണോ ദീനായി റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇന്നും ദീൻ. അന്നൊരു ദീനും ഇന്നൊരു ദീനും അതൊരിക്കലും ഉണ്ടാവുകയില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ, നമുക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം എന്നുള്ളത്. ഹൗദുൽ കൗസറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ നഈമുകളെ കുറിച്ച് അതിന്റെ സുഖാനുഭൂതികളെ കുറിച്ചൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കെ അതിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്ന ചില ആളുകളെ പറ്റി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യഘട്ടത്തിൽ പറയും, ഇന്നഹും ഉമ്മത്തി, അല്ലാഹുവേ അവരെന്റെ സമൂഹമാണല്ലോ. നബി തങ്ങളോട് പറയപ്പെടുമെന്നാണ്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നബിയെ അങ്ങേക്കറിയുകയില്ല എന്തെല്ലാം കാര്യങ്ങളാണ് താങ്കൾക്ക് ശേഷം അവർ പുതുതായി കടത്തിക്കൂട്ടിയത് എന്ന കാര്യം നിങ്ങൾക്കറിയുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ. അപ്പോ നബി തങ്ങൾ പറയാണ്, ഫഅഖൂൽ, ഞാൻ പറയും, സുഹഖൻ സുഹഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം എൻ്റെ ദീനിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാക്കിയ അതല്ലെങ്കിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയ ആളുകൾക്ക് അവർക്ക് വിദൂരത്തേക്ക് പോകാമെന്ന് ഞാൻ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ നഷ്ടം, അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടവർ അത് നമ്മൾ മാത്രമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കുക. അതുകൊണ്ട് എന്തൊന്ന് ദീനായി നമ്മൾ ആചരിക്കുന്നുണ്ടോ അതെല്ലാം മുൻമാതൃകയുള്ള ഒന്നാകട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പറഞ്ഞാലും ചില ആളുകൾ പറയും, അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ, നല്ല കാര്യങ്ങൾ തന്നെ നിബിധങ്ങളെ പുകഴ്ത്തുകയാണ്, അതല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുകയാണ്, ഈ രൂപത്തിൽ നല്ല നല്ല കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയുകയാണ് എങ്കിൽ അയാളോട് നമ്മൾ പറയാ, നാളെ സുബഹിക്ക് എഴുന്നേറ്റുകൊണ്ട് സുബഹി 3 റക്അത്തായിട്ട് നമസ്കരിക്കുക, 3ാമത്തെ റക്അത്തിൽ 2 ഫാത്തിഹ ഓതുക, 2 സൂറത്ത് പാരായണം ചെയ്യാം. അങ്ങനെ ഒരാൾ പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിച്ചാൽ ആ മനുഷ്യനെ പറ്റി നമ്മൾ എന്താ പറയാ? നല്ല തഖ്വയുള്ള മനുഷ്യനാണെന്ന് പറയാം, ദീന് പൊളിക്കാൻ വന്ന മനുഷ്യനാണെന്ന് പറയാം. പക്ഷെ അയാൾ ചെയ്ത പ്രവർത്തനം എന്താണ്? 2 ഫാത്തിഹ ഓതി 3ാമത്തെ റക്അത്ത് നമസ്കരിച്ചിരിക്കുകയാണ്. പക്ഷെ അയാൾ ദീന് പൊളിക്കാൻ വന്ന ആളാണെന്ന് നമ്മൾ പറയാം. ഈ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അയാൾ ചെയ്തത് നല്ലതല്ലേ? 2 ഫാത്തിഹ കൂടുതൽ ഓതി, 2 സൂറത്ത് പിന്നെ ഓതി. അപ്പൊ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നമുക്ക് ദീനുൽ ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. കാരണം എല്ലാ നല്ല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിലേക്ക് ചേർത്തപ്പെടുന്ന ഒരു വാചകം നമുക്ക് കാണുവാൻ സാധിക്കും, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ ഫയറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ആരെങ്കിലും ഒരു നവീനമായ കാര്യം കൊണ്ടുവന്നു എന്നിട്ട് അവനതിനെ മനസ്സിലാക്കുന്ന എന്താ അറിയോ, ഇതൊക്കെ ഒരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ വാദിച്ചിരിക്കുന്നത് അന്ന മുഹമ്മദൻ ഖാന റിസാല, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്ന്. കാരണം എന്താ? നബി തങ്ങൾ പറയാണ് എല്ലാം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പുതിയ ആൾ വന്നിട്ട് പറയാണ് ഇല്ല ഇതും കൂടി നന്മയാണ്. അപ്പൊ റസൂൽ പറഞ്ഞ എന്താ? ഈ കളവായില്ലേ? ആ രൂപത്തിലാണ് മുൻഗാമികൾ ബിദ്അത്തുകളെ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ എന്തെല്ലാം ദീനിന്റെ പേരിൽ ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ അള്ളാഹുവോ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പഠിപ്പിച്ചതാകുക, സഹാബാക്കൾ അമൽ ചെയ്തതായി ആക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവം, ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തിരിച്ചു ചൊല്ലി കൊടുക്കണം. നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുന്ന ദിക്റാണ്. ആ ദിക്ർ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ സഹാബി പറഞ്ഞു അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വന്ന് അതിന്റെ അവസാനത്തിൽ വബി നബിയിക്കല്ലദീ അർസൽത എന്നാണ് ഉള്ളത്. ആ സ്ഥാനം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു വബി റസൂലിക്കല്ലദീ അർസൽത. ആ വാക്ക് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെയല്ല, വബി നബിയിക്കല്ലദീ അർസൽത എന്നാണ്. നമുക്കറിയാം നബിയും റസൂലും വെച്ച് നോക്കുമ്പോൾ റസൂലാണ് പദവി കൂടിയ വാചകം, നബി പദവി കുറഞ്ഞ വാചകമാണ്. പക്ഷെ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് നബി എന്നുള്ള വാചകമാണ്. ആ വാചകം മാറ്റി ആ മനുഷ്യൻ, ആ സഹാബി റസൂൽ എന്ന പദം ഉപയോഗിച്ചപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. അങ്ങനെയല്ല, വബി നബിയിക്കല്ലദീ അർസൽത. അത്ര സൂക്ഷ്മത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ചരിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇതും പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയും നമ്മളിന്ന് ഫാൻ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാർപ്പറ്റ്, മദ്രസകൾ ഖുർആന്റെ പേജിലാക്കി അത് ചട്ടക്കുള്ളിലാക്കി, ഇതൊക്കെ ബിദ്അത്താണ്. അത് കാരണം അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഖുർആൻ ക്രോഡീകരിക്കുന്നത് ബിദ്അത്താണ്, അതുപോലെ തന്നെ മദ്രസ ഉണ്ടാക്കുന്നത് ബിദ്അത്താണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാചകം എന്താണ്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ. നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ എന്നാണ്. മദ്രസ ഉണ്ടാക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ പള്ളിക്ക് പെയിന്റ് കൊടുക്കുക എന്ന് പറയുന്നതും ടൈലൊട്ടിക്കുക എന്ന് പറയുന്നതും ഫാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നതും ഒക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. അതല്ലാതെ ദീനായിട്ട് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളല്ല. ഫാൻ വെക്കുക എന്നുള്ളതും അതുപോലെ തന്നെ പെയിന്റ് അടിക്കുക എന്നുള്ളതും അത് അവർ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടോ അതെല്ലാം ഭൗതികമായ സൗകര്യങ്ങൾ മാത്രമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോഴും ചില ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ശരീഅത്തിന്റെ ഉള്ളിലുള്ള കാര്യവും അതുപോലെ തന്നെ ഒരു കാര്യം ഭൗതികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു കാര്യം ശരീഅത്തിന്റെ ഉള്ളിലുള്ളതാണ്, ഈ കാര്യം ശരീഅത്തിന്റെ ഉള്ളിലുള്ളതല്ല, അത് ഭൗതികമായ ഒരു കാര്യമാണ്, എങ്ങനെ മനസ്സിലാക്കും? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാ കാര്യവും വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അസ്ലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് രണ്ട് വാചകങ്ങൾ പഠിച്ചു വെക്കുക. ഒന്ന് മുഖ്തള, രണ്ട് മാനിഅ. മുഖ്തള എന്ന് പറഞ്ഞാൽ തേട്ടം, മാനിഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം. ഒരു കാര്യത്തിന് തേട്ടമുണ്ട്, ഒരു കാര്യത്തിന് ആവശ്യമുണ്ട്, അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല. ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ടുള്ള തേട്ടമുണ്ട്, അത് ചെയ്യാൻ യാതൊരു തടസ്സമില്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തില്ല എങ്കിൽ അക്കാര്യം നമ്മൾ ചെയ്താൽ അത് ബിദ്അത്താവും. ഇതാണ് അസ്ല്. ഉദാഹരണം പറയുമ്പോഴാണ് കൃത്യമായി കൊണ്ട് അത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഉദാഹരണം, ഫാന് ഒരു ബിദ്അത്താണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഫാൻ ഒരിക്കലും ഒരു ബിദ്അത്ത് അല്ല. നമ്മൾ ഈ ഒരു അസ്ലിലേക്ക് വരിക. ഫാനിന്റെ മുഖ്തള എന്താണ്? ഫാനിന്റെ തേട്ടം അതെന്താണ്? നമുക്ക് റാഹത്ത്, ജിസ്മിന്, നമ്മളെ ശരീരത്തിന് ഒരു റാഹത്ത് കിട്ടുക, കാറ്റ് കിട്ടുക, അതൊക്കെയാണ് ഫാന് കൊണ്ടുള്ള തേട്ടം, ഫാന് കൊണ്ടുള്ള ആവശ്യകത എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ ഫാന് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വെക്കുന്നത് കൊണ്ട് തടസ്സമുണ്ടോ? തടസ്സമുണ്ട്. എന്താണ് തടസ്സം? അന്ന് വൈദ്യുതി ഇല്ല. അത് നമ്മൾ ചെയ്താൽ ബിദ്അത്താവോ? ബിദ്അത്താകൂല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? മാനിഉള്ളത് കൊണ്ടാണ്, ഒരു തടസ്സമുള്ളത് കൊണ്ടാണ്. നമുക്കൊരു ബിദ്അത്തായ ഉദാഹരണം പറയാം. നബിദിനം തന്നെ എടുക്കാം.
നബിദിനത്തിന്റെ തേട്ടം എന്താണ്? അതിന്റെ പ്രേരക ഘടകം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബാണ്, സ്നേഹമാണ്. അത് അന്ന് കാലത്തുണ്ടോ? ഇന്ന് കാലത്തുള്ളതിനേക്കാൾ ശക്തമായിട്ട് അന്ന് കാലത്തുണ്ട്. ഇനി അന്നേ ദിവസം വല്ല പരിപാടിയും നടത്താൻ വല്ല തടസ്സങ്ങളും റസൂലുള്ളാഹി തങ്ങൾക്കുണ്ടോ? മക്കി കാലഘട്ടം പോട്ടെ, അന്ന് കുറെ പ്രയാസങ്ങളുണ്ട്. മദീന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ഒരു പരിപാടി നടത്താൻ വല്ല തടസ്സമുണ്ടോ? ഒരു തടസ്സമല്ല. എല്ലാ തേട്ടവുമുണ്ട്, ഒരു തടസ്സവുമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തില്ല എങ്കിൽ നമ്മൾ അത് ചെയ്താലോ? അത് ബിദ്അത്തായി മാറും. ഇനി നമുക്ക് വേറൊരു ഖുർആൻ ക്രോഡീകരണം എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്. ഖുർആന്റെ ക്രോഡീകരണം പുസ്തകത്തിനുള്ളിലാക്കി ചട്ടക്കുള്ളിലാക്കി എന്നുള്ളത്. ആ ഖുർആൻ ക്രോഡീകരിക്കുക എന്നുള്ളത് ബിദ്അത്താണോ? ഒരിക്കലും ബിദ്അത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടോ? ഇല്ല. ഇന്നുണ്ടോ? ഇന്നുണ്ട്. ബിദ്അത്താണോ? ബിദ്അത്തല്ല. എന്തുകൊണ്ട്? നമുക്ക് ഈ അസ്ലിൽ നിന്നുകൊണ്ട് തന്നെ പരിശോധിച്ച് നോക്കാം. അന്ന് ഖുർആൻ ക്രോഡീകരിക്കാൻ വല്ല തടസ്സമുണ്ടോ? വല്ല മാന്യമുണ്ടോ? ഒരു തടസ്സമല്ല. പേജുകൾക്കുള്ളിലാക്കാൻ ഒരു തടസ്സമില്ല. പ്രയാസങ്ങൾ ഇതുണ്ടാവും, പക്ഷെ അത് പേജിലുള്ളിലാക്കുക എന്നുള്ളതൊരു മുഹാലായ സംഭവമൊന്നല്ല, അസംഭവ്യമായ കാര്യമൊന്നുമല്ല. ഇനി രണ്ടാമത്, എന്താണ് ഖുർആൻ ചട്ടക്കുള്ളിലാക്കുക എന്നുള്ളത് കൊണ്ടുള്ള മുക്തള തേട്ടം എന്താണ്? എന്തിനാണ് നമ്മൾ ഖുർആൻ ചട്ടന്റെ ഉള്ളിലാക്കുന്നത്? ഖുർആനിന്റെ സംരക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഖുർആൻ നഷ്ടപ്പെട്ടു പോവുക എന്നൊരു കാര്യം സംഭവിക്കുമോ? ഒരിക്കലും. അപ്പൊ അന്ന് മുക്തള ഇല്ല. ഖുർആൻ നഷ്ടപ്പെട്ടു പോവുക എന്ന തേട്ടമില്ലാത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുതിരാതിരുന്നത്. പിന്നീട് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു? ആ തേട്ടം വന്നു. എന്ത്? ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന തേട്ടം വന്നു. അതുകൊണ്ടാണ് പിന്നീട് ആ ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി സഹാബാക്കൾ മുതിർന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മുക്തളയുണ്ട്, അതുപോലെ തന്നെ യാതൊരു തടസ്സവുമില്ല, എന്നിട്ടും നബി തങ്ങൾ ചെയ്തില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അത് ബിദ്അത്തായി മാറും. ഈ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് ഭൗതികമായ കാര്യമാണോ ശരീഅത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായി പരിശോധിക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.